നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 7 മാസം പിന്നിട്ടു എങ്കിൽ പോലും ലോകത്തിന്റെ പല കോണുകളിലും നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഇതുവരെയും അയവ് വന്നിട്ടില്ല. US-ൽ നമുക്കറിയാം, വിദ്യാർത്ഥികളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സംഭവ വികാസങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെയും ഇടം പിടിച്ചിരുന്നു. ഇപ്പോഴിതാ സ്വീഡനിലെ മോൾമോ നഗരത്തിലും ഒരു പ്രക്ഷോഭം പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ OP ഇന്ത്യ പങ്കുവച്ചിരിക്കുകയാണ്. സ്വീഡനിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ് ഈ മോൾമോ എന്ന് പറയുന്നത്. നോർഡിക് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ മുസ്ലിം നഗരം എന്നുകൂടി നമുക്ക് മോൾമോയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ മോൾമോയുടെ ചില തെരുവുകളിൽ ഇസ്രായേലിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, മുദ്രാവാക്യം വിളികൾ ഒക്കെയാണ് ഉയർന്നു കേൾക്കുന്നത്. സ്വീഡനിലെ യൂറോവിഷൻ എന്ന ഗാന മത്സരത്തിൽ നിന്നും ഇസ്രായേലിനെ ഒഴിവാക്കണം എന്ന ആവശ്യം കൂടി ഈ പ്രക്ഷോഭക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചുവന്ന പെയിന്റിനൊപ്പം തന്നെ ഫ്രീ ഗാസ എന്ന് തെരുവുകളിലുടനീളം എഴുതി പിടിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ അക്രമാസക്തമായ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള 2ാം തലമുറയിലെ കുടിയേറ്റക്കാരും അതിനോടൊപ്പം തന്നെ പ്രാദേശിക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെ യുവ സ്വീഡിഷ് ഇടതുപക്ഷക്കാരുമാണ്. ഇടതുപക്ഷക്കാരും ഇസ്ലാമിസ്റ്റുകളും എങ്ങനെയാണ് പരസ്പരം പരിപോഷിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് എന്നുകൂടി ഇതിനെ OP ഇന്ത്യ വിമർശിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ സ്വീഡനിലേക്ക് കൂടി പ്രതിഷേധം പടർന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് മാൾമോ എന്ന നഗരത്തിലേക്ക്. ഇവിടെയും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നു. അതൊന്നും തന്നെ സമാധാനപരമല്ല. എല്ലാം വലിയ പ്രക്ഷോഭത്തിലേക്കും കയ്യാങ്കളിയിലേക്കും തെരുവ് യുദ്ധത്തിലേക്കും ഒക്കെ തന്നെയാണ് നീണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.